മൊഡ്യൂൾ 4 ഉള്ള ചാപ്റ്ററാണ് മാഗ്നറ്റിസം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, എക്സ്പ്ലെയിൻ magnetic field intensity, magnetic flux density and magnetization. Give the relation among them. Okay, അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, മാഗ്നറ്റൈസേഷൻ. അപ്പോൾ ഈ 3 ടേംസ് മാഗ്നറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ഈ ടേംസിൻ്റെയൊക്കെ ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ദ ഫസ്റ്റ് ആൻസർ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും, പ്ലസ് ടുവിന് പഠിച്ച ടോപ്പിക്കൊക്കെ തന്നെയാണ്. എന്താണ് വാട്ട് ഈസ് മീൻ ബൈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? അപ്പോൾ അത് ആ ഡെഫിനിഷനല്ല മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് ചോദിച്ചാൽ. ദെൻ മാഗ്നറ്റൈസേഷൻ, ഇത് കണ്ടാലെല്ലാം ഒരേ വേർഡ്സൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ്. ഫസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. വാട്ട് ഈസ് മീൻ ബൈ മാഗ്നറ്റിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? എച്ച്, the letter is H. A field of electromagnetic energy which transfer the force of a magnet is known as magnetic field. നമുക്കറിയാം ഒരു മാഗ്നറ്റിൻ്റെ എനർജി എത്രമാത്രം ഈ റീജിയണിൽ കവർ ചെയ്യുന്നു എന്നുള്ളതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. The field of electromagnetic energy which transfer the force of a magnet is known as magnetic field. They are often represented with the field lines. ഈ കാണിച്ചേക്കണെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. They are represented by field lines. Magnetic field lines always run from the north to south pole of a magnet and from there through the magnet back to the north pole, which create a closed circle. The magnetic field lines start from the north pole and end at the south pole, and through the magnet they reach the first point. Therefore it make a closed curve, make a closed circle. It is also known as magnetic field strength or magnetic field intensity. അപ്പോൾ the region around which a magnetic field energy exists is known as magnetic field. The field of electromagnetic energy which transfer the force of magnet is called a magnetic field intensity. It is denoted by the letter H. Unit is ampere per meter. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ പെർ മീറ്റർ ആണ്. ഓക്കെ, ദെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി മീൻസ് നമ്മളിപ്പോൾ ഒരു യൂണിറ്റ് ഏരിയ ഇവിടെ കൺസിഡർ ചെയ്യുക ആൻഡ് ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, ഈ ലൈൻസിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ എത്ര എമൗണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. Magnetic flux density is a measurement of the total magnetic field which pass through a given area. Magnetic flux density is defined as the amount of magnetic flux passing through a unit area at right angle to the magnetic field lines. That means magnetic flux density means the amount of magnetic flux lines passing through a unit area, and it is denoted by the letter B, and the unit is Tesla. 1 Tesla is equal to 1 Weber per meter square. Magnetic flux density is also called induced magnetic field or magnetic induction. So magnetic flux density means the amount of magnetic flux passing through unit area, and its unit is Tesla, and it is also known as induced magnetic field, and the symbol is B. That is magnetic flux density. And the next one is magnetization. ഇതാണ് ആ കാണിച്ചിരിക്കണം, ഏരിയയൊക്കെ കാണിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് പാസ് ചെയ്യുന്ന. അപ്പോൾ ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള ഈ റീജിയനെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയും. അപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ ചുറ്റുമുള്ള ഇത്രയും റീജിയനെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എച്ച് എന്ന് പറയും. ഒരു യൂണിറ്റ് ഏരിയയിലൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സിനെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി എന്ന് പറയും. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് ഇത്രയും, ബി ഇത്രയും എമൗണ്ട് പോകുന്നത് ബി. അടുത്ത നെക്സ്റ്റ് മാഗ്നറ്റൈസേഷൻ എം. The magnetic dipole moment acquired per volume is known as magnetization. It is denoted by the letter M, and the unit is ampere per meter. Magnetization can also be defined as the extent to which an object is magnetized. Magnetization is the density of magnetic dipole moment that are induced in a magnetic material when it is placed near a magnet.
ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മളൊരു മാഗ്നറ്റിനടുത്ത് വെച്ചാൽ ഓൾറെഡി നമുക്കറിയാം ഇത്ര മാഗ്നറ്റിക് ഫീൽഡ് അതിനകത്തേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്രമാത്രം മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് മൊമെൻറ്റ് ആ മെറ്റീരിയലിന് കിട്ടുന്നു എന്നുള്ളതാണ് എന്ത് മാഗ്നറ്റൈസേഷൻ. മാഗ്നറ്റിക് മൊമെൻറ്റ് റെസ്പോൺസിബിൾ ഫോർ മാഗ്നറ്റൈസേഷൻ അറൈസ് ഡ്യൂ ടു ദ മോഷൻ ഓഫ് സ്പിൻ ഓഫ് ഇലക്ട്രോൺ ഓർ ന്യൂക്ലിയർ. ഓക്കെ, അപ്പോൾ മാഗ്നറ്റൈസേഷൻ ഈസ് ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് dipole moment, അല്ലെങ്കിൽ it is the density of magnetic dipole moment that are induced in a magnetic material when it is placed in a magnetic field. ഈ പോയിന്റാണ് എഴുതേണ്ടത്. മാഗ്നറ്റൈസേഷൻ is the density of magnetic dipole moment that are induced in a magnetic material when it is placed in a magnetic field. It is denoted by the letter m and the unit is ampere per meter. നെക്സ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ബി എച്ച് ആൻഡ് എം. നമ്മളിപ്പോൾ പഠിച്ച 3 ടേമാണ്. ബി മീൻസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, എച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ദെൻ എം മാഗ്നറ്റൈസേഷൻ. ഇത് 3 തമ്മിലുള്ള റിലേഷൻ. ബി ഈസ് ദ ഇൻഡ്യൂസ്ഡ് ഫീൽഡ്, എച്ച് ഈസ് ദ അപ്ലൈഡ് ഫീൽഡ് ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ബി ആൻഡ് എച്ച് ഈസ് ഗിവൺ ബൈ ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 എച്ച്. ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 എച്ച് ആൻഡ് where mu 0 is the permeability of the free space and the value is 4 pi into 10 raised to minus 7 Henry per meter, and the relation between H and M directly proportional to H. M proportional to H. അപ്പോൾ ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 എച്ച്. അടുത്ത എമ്മും എച്ചും തമ്മിലുള്ളത് എം പ്രൊപ്പോർഷണൽ ടു എച്ച്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. കൈ എം m is equal to chi m h, and the proportionality constant chi m is known as magnetic susceptibility. That term constant chi m is called a magnetic susceptibility. The total magnetic field inside a material B is equal to mu 0 into H plus m. We know that the magnetic flux density B is equal to mu 0 into H plus m, which is equal to mu 0 into H plus എമ്മിൻ്റെ വാല്യൂ ദ കൈ എം എച്ച് കൊടുത്തു. എച്ച് കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 പ്ലസ് കൈ എം ആൻഡ് ദ കോൺസ്റ്റൻറ്റ് വാല്യൂ 1 പ്ലസ് കൈ എം ഈസ് കോൾഡ് മ്യൂ ആർ. പുതിയൊരു ടേമാണ്. 1 പ്ലസ് കൈ എമ്മിനെ നമ്മൾ പറയുന്ന പേരാണ് മ്യൂ ആർ. ദാറ്റ് ഈസ് റിലേറ്റീവ് പെർമിയബിലിറ്റി. അപ്പോൾ ഇവിടെ ഇക്വേഷൻ മ്യൂ 0 മ്യൂ ആർ എച്ച്. ഇനി മ്യൂ 0 മ്യൂ ആറിന് പകരം മ്യൂ എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി. മ്യൂ ഈസ് കോൾഡ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി of the material, and the unit is Henry per meter. B is equal to mu h. B is equal to mu 0 h എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. mu 0 h എന്ന് എഴുതിയാൽ ശരിയാണ്. B is equal to mu 0 h അല്ല, ഇവിടെ നമ്മളിപ്പോൾ ചെയ്ത് വരുമ്പോൾ B is equal to mu h എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ആദ്യം B is equal to mu 0 permeability of free space. In free space B is equal to mu 0 h and റിലേഷൻ ബിറ്റ്വീൻ എച്ച് ആൻഡ് എം എഴുതി വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച് എന്നും കിട്ടും. രണ്ടും ശരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ എം ഈസ് ഈക്വൽ ടു എഴുതി വന്ന സ്റ്റെപ്പൊക്കെ അറിയാമല്ലോ. എം പ്രൊപ്പോർഷണൽ ടു എച്ച്. അടുത്ത് നമ്മൾ എന്ത് ചെയ്തു? എം ഈസ് ഈക്വൽ ടു കൈ എം എച്ച്. ദെൻ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷനാണ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു എച്ച് പ്ലസ് എം. ദെൻ മ്യൂ 0 ഇൻറ്റു എച്ച് പ്ലസ് എമ്മിന് പകരം കൈ എം എച്ച് എന്ന് കൊടുത്തു. എച്ച് കോമൺ ആയിട്ട് എടുത്തു. 1 പ്ലസ് കൈ എമ്മിന് പകരം മ്യൂ 0 മ്യൂ ആർ എന്ന് കിട്ടും. മ്യൂ ആറിൻ്റെ പേര് റിലേറ്റീവ് പെർമിയബിലിറ്റി. മ്യൂ 0 മ്യൂ ആർ എന്ന് എഴുതിയാൽ അത് മ്യൂ ആണ്. ദാറ്റ് ഈസ് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി. Then define magnetic permeability, relative permeability and susceptibility. Give the relation between permeability and susceptibility. ഇപ്പോൾ ഈ പറഞ്ഞ ടേംസിൻ്റെയൊക്കെ റിലേഷൻ. The magnetic permeability is defined as the property by which a material allows magnetic line of force to pass through it. It is denoted by mu. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനാണ് ബി ഈസ് ഈക്വൽ ടു മ്യൂ എച്ച്. ഇതിൽ മ്യൂവിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ബി ബൈ എച്ച്. അപ്പോൾ അത് പറഞ്ഞാൽ മതി. അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ടു ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. ദ റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് പെർമിയബിലിറ്റി ഓഫ് എനി മീഡിയം ടു ദ പെർമിയബിലിറ്റി ഓഫ് വാക്വം. നമ്മൾ ഈ ഇക്വേഷൻ ഓർമ്മയല്ലേ? മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ 0 മ്യൂ ആർ എന്നല്ലേ? അപ്പോൾ മ്യൂ ആർ എന്ന് എഴുതിയാൽ മ്യൂ ബൈ മ്യൂ 0 എന്ന് വരും. മ്യൂ ആർ ഇസ് ഈക്വൽ ടു മ്യൂ ബൈ, അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് പെർമിയബിലിറ്റി ഓഫ് ദി മീഡിയം ടു ദ പെർമിയബിലിറ്റി ഓഫ് സ്പേസ്. അതാണ് എഴുതിയേക്കുന്നത്. അടുത്ത സസെപ്റ്റിബിലിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക്. കൈ എം ഇസ് ഈക്വൽ ടു
എം ബൈ എച്ച് എന്നാണ്. അപ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റൈസേഷൻ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. വീണ്ടും ആ ഇക്വേഷൻസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു എച്ച് പ്ലസ് എം, എമ്മിന് പകരം കൈ എം ഇൻറ്റു എച്ച്, എച്ച് കോമൺ ആയിട്ട് എടുത്തു, 1 പ്ലസ് കൈ എമ്മിന് പകരം മ്യൂ ആർ എന്ന് കൊടുത്തു, മ്യൂ 0 മ്യൂ ആറിന് പകരം മ്യൂ എന്ന് കൊടുത്തേക്കുന്നു. ഓക്കെ, അടുത്ത മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു 1 പ്ലസ് കൈ എം, മ്യൂ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു 1 പ്ലസ് കൈ എം. അതായത് ഈ ഇക്വേഷനകത്ത് മ്യൂ ആറിൻ്റെ സ്ഥലത്ത് 1 പ്ലസ് കൈ എം എന്ന് കൊടുത്തു. ദെൻ മ്യൂ ബൈ 1 പ്ലസ് കൈ എം, മ്യൂ ആർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് കൈ എം. ഇതൊക്കെ നമുക്ക് നേരത്തെ കിട്ടിയ അതേ ഇക്വേഷൻസ് ആണ്. അടുത്ത എക്സ്പ്ലെയിൻ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. The line integral of magnetic field B around any closed loop is equal to mu 0 times the current enclosed by the loop. മാത്തമാറ്റിക്കലി ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസിക്കൽ ടു മ്യൂ 0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ എന്ന് പറയുന്ന കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുകയാണ്. ദെൻ ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദി, അപ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ആ കറണ്ടിൻ്റെ മ്യൂ 0 ടൈംസിന് ഈക്വൽ ആയിരിക്കും. ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിൻ്റെ മ്യൂ 0, ആ കറണ്ടിൻ്റെ മ്യൂ 0 ടൈംസിന് ഈക്വൽ ആയിരിക്കും. ഈ ഫിഗർ നോക്കിക്കേ, ഐ എന്ന് പറയുന്ന ഒരു കണ്ടക്ടറിലൂടെ ഐ കറണ്ട് പോകുന്നു, ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ബി ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് ഈ ഐയുടെ മ്യൂ 0 ടൈംസിന് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ പ്രൂഫാണ് ഈ എഴുതിയിരിക്കുന്നത്. കൺസിഡർ എ ലോങ് കണ്ടക്ടർ ക്യാരിങ് കറണ്ട് ഐ. Consider a closed loop around the conductor having radius r, and each point of the loop experience a magnetic field B due to the current. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. Consider a long conductor carrying current I, and consider a closed circular loop, and r be the radius of the circular loop, and B is the magnetic field. Let r be the radius. By Biot-Savart law, the magnitude of B at any point O at a distance r is given by B is equal to mu 0 by 4 pi 2i by r. ഈ ഇക്വേഷൻ Biot-Savart law ആണ്. ഇതൊക്കെ നമ്മൾ +2 പഠിക്കുന്ന ടോപ്പിക്കാണ്. ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ ബി ഡി എൽ കോസ് തീറ്റ. ബി ഡോട്ട് വരുമ്പോൾ കോസ് തീറ്റ വരും. ബി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ. തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരുന്നു. ഇത് കോസ് 90 എന്താണ് 1 ആയിട്ട്, സോറി തീറ്റ 0 വരുമ്പോൾ കോസ് 0 1 വരും. ദെൻ ബിക്ക് പകരം ഈ വാല്യൂ കൊടുത്തു. ഇൻ്റഗ്രൽ ഡി എൽ, ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ എന്താണ് സർക്കംഫറൻസ് ആണ്. ദെൻ 2 പൈ ആർ വരും. ദെൻ മ്യൂ 0 ആയി. ഇതാണ് അതിൻ്റെ പ്രൂഫ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ ഗീവ് ഫാരഡേസ് ലോ ആൻഡ് ലെൻസസ് ലോ. ആൻ ഇ എം എഫ് ഈസ് റിക്വയർഡ് ഫോർ എ കറണ്ട് ടു ഫ്ലോ ഇൻ എ സർക്യൂട്ട്. The EMF is produced by electromagnetic induction. Consider a small coil connected to a galvanometer. ഇത് നോക്കിക്കേ, ഇത് കുറച്ചുകൂടി മനസ്സിലാവും നമുക്ക്. എന്താണെന്ന് വെച്ചാൽ വെൻ എ മാഗ്നറ്റ് ഈസ് പ്ലേസ്, നോക്കിക്കേ ഇതൊരു സർക്കുലർ ലൂപ്പാണ്. ഇതൊരു കറണ്ട് ക്യാരിങ്, ഇത് എന്താണ് നമ്മൾ ഈ ഒരു കോയിൽ എടുത്തേക്കാണ്, അതിനെ ഒരു ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നു. ഗാൽവനോമീറ്റർ ഡിറ്റക്ട് സം കറണ്ട് എപ്പോഴാണ്? വെൻ എ മാഗ്നറ്റ് ഈസ് മൂവ്ഡ് എവേ ഓർ ടുവേഴ്സ് ദ കോയിൽ. ഒരു മാഗ്നറ്റിനെ നമ്മൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗാൽവനോമീറ്റർ റിഫ്ലക്റ്റ് ചെയ്യും. അതായത് അവിടെ ഒരു കറണ്ട് ഫോം ചെയ്യും. അപ്പോൾ whenever the magnetic flux linked with a closed circuit change, an EMF is induced in it. ഇതാണ് എന്ത്? ഫാരഡേസ് ലോ. അതാണ് ഈ എഴുതിയേക്കുന്നത്. When a magnet is moved away or towards the coil, galvanometer detects some current. This current is called induced current, and the corresponding EMF is called induced EMF. The induced EMF is due to the change in magnetic flux. Okay. Then Faraday's law relate this induced EMF to change in magnetic. ഈ EMFും ഈ മാഗ്നറ്റിക് ഫ്ലക്സും തമ്മിലുള്ള റിലേഷനാണ് എന്തെന്ന് പറയുന്നത്? ഫാരഡേസ് ലോ. The magnetic flux over a small area dA in a magnetic field B is given by d phi B is equal to B dot dA. Faraday's law. Whenever the magnetic flux linked with a circuit change, an EMF is induced, and the induced EMF in a closed loop is equal to the rate of change of magnetic flux through the loop. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്, സർക്കുലർ കോയിലാണ്. ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ അവിടെ ഒരു ഇ എം എഫ് ഉണ്ടാവും. ആ കിട്ടുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് ഈ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിന് ഈക്വൽ ആയിരിക്കും. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബി ബൈ. അപ്പോൾ എത്രമാത്രം മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും അവിടെ ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മൈനസ് സൈൻ എന്ന് പറയുന്നതാണ് ലെൻസസ് ലോ. Lenses law states that the direction of induced EMF, it states that the direction of induced EMF is opposite to the direction of change in flux. ആ കിട്ടുന്ന ഇ എം എഫിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. ദ നെഗറ്റീവ് സൈൻ ഇൻ ദ ഇക്വേഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഡയറക്ഷൻ ആർ ഓപ്പോസിറ്റ്. ഓക്കെ. Then Gauss's law in magnetism give the mathematical expression
Gauss's law for magnetism states that the net magnetic flux through a closed surface is 0. That is, the total magnetic flux through a closed surface is 0 എന്ന് പറയുന്നതാണ് Gauss's law in magnetism. That is, integral B dot ds is equal to 0. ഇതാണ് ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? 0 ആയിരിക്കും. കൺക്ലൂഷൻ ഓഫ് Gauss's law. The magnetic flux entering a surface is equal to the magnetic flux leaving through a surface. നമ്മൾ നേരത്തെ ഫ്ലക്സ് ലൈൻസ് കണ്ടതാണ്. അതൊരു ക്ലോസ്ഡ് കർവാണ്. അതുകൊണ്ട് എത്രമാത്രം സർഫസ് മാഗ്നറ്റിക് ഫ്ലക്സ് എൻ്റർ ചെയ്യുന്നോ അല്ലെങ്കിൽ പോകുന്നോ അത്രയും തന്നെയാണ് ലീവ് ചെയ്യുന്നത്. അതായത് ദ ടോട്ടൽ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആൾവേസ് ഫോം എ ക്ലോസ്ഡ് ലൂപ്പ് ദേ ഡോ നോട്ട് ഹാവ് എൻഡ് പോയിൻറ്റ്സ്. അങ്ങനെ ഒരു എൻഡ് പോയിൻ്റ് ഒന്നും അവിടെ നമുക്ക് ഫോം ചെയ്യുന്നത് ക്ലോസ്ഡ് പാത്താണ്. നോ മോണോപോൾ എക്സിസ്റ്റ്. അവിടെ ഒരു പോൾസ് ഒന്നും പറയാൻ പറ്റില്ല. നോ മോണോപോൾ. അപ്പോൾ മാഗ്നറ്റിൻ്റെ കേസിൽ മോണോപോൾസുമായിട്ട് മാഗ്നറ്റിനെ നമുക്ക് പറയാൻ പറ്റില്ല. With the examples, explain the classification of magnetic materials or compare dia, para and ferromagnetic materials. Give examples. ഇത് ഈ ഒരു ടേബിൾ പഠിച്ചാൽ മതി. ഡയാമാഗ്നറ്റ്, പാരാമാഗ്നറ്റ്, മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ നമുക്ക് മെയിനായിട്ടും ഡയാ, പാര, ഫെറോ മാഗ്നറ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ, ഡയാമാഗ്നറ്റിനാണെങ്കിൽ ദ ഇൻഡിവിജ്വൽ ആറ്റംസ്, ആ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിലെ ഇൻഡിവിജ്വൽ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഹാവ് നോ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഒന്നും കാണില്ല. പക്ഷേ പാരാമാഗ്നറ്റിനാണെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ദ ഇൻഡിവിജ്വൽ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഹാവ് എ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റ്. അത് തന്നെയാണ് ഫെറോയിലും. ദ ഇൻഡിവിജ്വൽ ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഹാവ് എ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ നോ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്, ഇവിടെ എല്ലാം നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്. എപ്പോൾ? ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് പോയിന്റ്. അടുത്ത, ദേ ആർ വീക്ക്ലി റിപ്പൾഡ് ബൈ എ മാഗ്നറ്റ്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ദേ ആർ വീക്ക്ലി റിപ്പൾഡ് ബൈ എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് റിപ്പൽ ചെയ്യാണ്. എന്നാൽ ഇവിടോ ദേ ആർ വീക്ക്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഇവിടെയാണെങ്കിലോ ദേ ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഇവിടെ സസെപ്റ്റിബിലിറ്റി ഈസ് നെഗറ്റീവ്, ഇവിടെ സസെപ്റ്റിബിലിറ്റി സ്മോൾ ആൻഡ് പോസിറ്റീവ്, ഇവിടെ സസെപ്റ്റിബിലിറ്റി ലാർജ് ആൻഡ് പോസിറ്റീവ്. Susceptibility is independent of temperature. Susceptibility varies inversely with temperature. Susceptibility varies inversely with temperature. അപ്പോൾ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രം ഇൻഡിപെൻഡൻറ്റ്, ഇവിടെയാണെങ്കിൽ ഇൻവേഴ്സ്ലി വിത്ത് ടെമ്പറേച്ചർ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് ഡു നോട്ട് ഒബേ ക്യൂറീസ് ലോ. അപ്പോൾ മാഗ്നറ്റുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ലോ ആണ് ക്യൂറീസ് ലോ. അത് ആ ഇക്വേഷനെയാണ് ക്യൂറീസ് ലോ എന്ന് പറയുന്നത്. ഇതവിടെ ഒബേ ചെയ്യില്ല. ഇവിടെയാണെങ്കിലോ സബ്സ്റ്റൻസ് ഒബേ ക്യൂറീസ് ലോ. Curie's law is equal to chi is equal to C by T, where C is the Curie's constant and T is the temperature in Kelvin, chi is the susceptibility. Ivido above Curie's temperature, ferromagnetic material become paramagnet and they obey Curie-Weiss law. That is chi is equal to C by T എന്നുള്ളത് C by T minus TC. ഇതാണ് Curie-Weiss law. ഇത് above this temperature, the ferromagnetic material become paramagnet. That is Curie-Weiss law. ഇവിടെ റിലേറ്റീവ് പെർമിബിലിറ്റി mu r ലെസ് ദാൻ യൂണിറ്റി. ഇവിടെ റിലേറ്റീവ് പെർമിബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ യൂണിറ്റി. ഇവിടെ റിലേറ്റീവ് പെർമിബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ, ഇവിടെ സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ യൂണിറ്റി, ഇവിടെ ഗ്രേറ്റർ ദാൻ യൂണിറ്റി. നെക്സ്റ്റ് പോയിന്റ്, ഡു നോട്ട് എക്സിബിറ്റ് ഹിസ്റ്ററിസിസ് ഫിനോമിനൻ. മാഗ്നറ്റിക് ഫിനോമിനൻ, ഒരു മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ് എന്ത് ഹിസ്റ്ററിസിസ് ലൂപ്പ്. ഇവർ ഡസ് നോട്ട് എക്സിബിറ്റ് ആണ്. ഇവിടെ ഡു നോട്ട് എക്സിബിറ്റ് ഹിസ്റ്ററിസിസ് ഫിനോമിനൻ. ഇവിടെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് മാത്രമേ എന്താണ് ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത് ഫിനോമിനൻ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് എക്സാമ്പിൾസ്. വാട്ടർ, എയർ, ഗോൾഡ്, കോപ്പർ, ലെഡ്, ക്വാർട്സ്, സോഡിയം ക്ലോറൈഡ്, ഹൈഡ്രജൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ എക്സാമ്പിൾസ്. ഇവിടെ പ്ലാറ്റിനം, അലൂമിനിയം, മഗ്നീഷ്യം, ക്രോമിയം ഇതൊക്കെയാണ് ഇവിടെ എക്സാമ്പിൾ. അയൺ, നിക്കൽ. അപ്പോൾ നിക്കലും അയണും ഒക്കെ ഫെറോ മാഗ്നറ്റിക് ഇതാണ് മെറ്റീരിയലാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് പഠിക്കാനുള്ള ടോപ്പിക്. അപ്പോൾ മാഗ്നറ്റിസത്തിൻ്റെ ഇത് ഫസ്റ്റ് ടോപ്പിക്കാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം ഇത് പഠിച്ചാൽ മാത്രം മതി. ജസ്റ്റ് ഡെഫിനിഷൻസും ഈ ഇക്വേഷൻസും ഒക്കെ ഉള്ളൂ. വലിയ പാടുള്ള ടോപ്പിക്കല്ല മാഗ്നറ്റിസം. വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന പോയിൻറ്റ്സുകളാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 7th question, list out some application of ferromagnetic in the application. Ferromagnetic materials are widely used for making electromagnet. Electromagnets ഒക്കെ ferromagnetic material കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. For making permanent magnet, as core of transformer, motor, generator, അതേപോലെ magnetic tapes and
ഡിവൈസസ് ഫോർ സ്റ്റോറിങ് മെമ്മറി. ഇതൊക്കെ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് പഠിക്കുക. ഓക്കെ.